ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ദിവസം 31 ദൈവകരം ഈജിപ്തിനുമേൽ. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം, 48-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാനുള്ള മോശയുടെ അഭ്യർത്ഥന അവഗണിക്കുന്ന ഫറവോയ്ക്കെതിരെ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വർദ്ധിപ്പിച്ച് ഈജിപ്ത് ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. വടി സർപ്പമായി മാറുന്നതും നൈൽ നദീജലം രക്തമായി മാറുന്നതും തവളകൾ, പേൻ, ഈച്ച എന്നിവയുടെ ബാധകൾ കണ്ടിട്ടും ഫറവോയുടെ മനസ്സ് മാറുന്നില്ല. അവൻ്റെ ഹൃദയം കഠിനമായി തുടരുന്നു. ഈ മഹാമാരികളുടെ പിന്നിലുള്ള സാഹചര്യവും ചരിത്രവും ഇന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹ്റോനോട് പറയുക, അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും മേൽ വടിയോടൊപ്പം നിന്റെ കൈ നീട്ടുക. ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കുക. ഈജിപ്തിലെ ജലത്തിന്മേൽ അഹ്റോൻ തൻ്റെ കൈ നീട്ടി. അപ്പോൾ തവള കയറി ഈജിപ്ത് ദേശം മൂടി. തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ ആഭിചാരകരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കി. അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുകയും കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ ഞാൻ വിട്ടയക്കാം. മോശ ഫറവയോട് പറഞ്ഞു, നീ എന്നോട് തെളിച്ചു പറയുക, തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റാൻ നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? അവ നദിയിൽ മാത്രം ശേഷിച്ചുകൊള്ളും. അവൻ പറഞ്ഞു, നാളെ തന്നെ, നിന്റെ വാക്കുപോലെ എന്ന് അവൻ പ്രത്യുദ്ധരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ മറ്റാരുമില്ലെന്ന് അതുമൂലം നീ അറിയും. തവളകൾ നിന്നിൽ നിന്നും നിന്റെ വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്നു മാറും. അവ നദിയിൽ മാത്രം ശേഷിക്കും. മോശയും അഹ്റോനും ഫറവോയുടെ അടുത്തു നിന്ന് ഇറങ്ങിപ്പോയി. ഫറവോയ്ക്കെതിരെ കർത്താവ് വിട്ടിരുന്ന തവളകളെ പ്രതി മോശ അവിടുത്തോട് നിലവിളിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും തവളകൾ ചത്തൊടുങ്ങി. അവർ അവയെ കൂനകളായി കൂട്ടി. നാട് ദുർഗന്ധം വമിച്ചു. സ്വൈര്യം കൈവന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ ഫറവോ ഹൃദയം കഠിനമാക്കി. അവനവരെ ശ്രവിച്ചതുമില്ല. 3-ാം ബാധ, പേൻ പെരുകുന്നു. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, അഹ്റോനോട് പറയുക, നിന്റെ വടി നീട്ടി നിലത്തെ പൂഴിയിലടിക്കുക. അപ്പോൾ അത് ഈജിപ്ത് നാട്ടിലാകെ പേനായിത്തീരും. അവൻ അങ്ങനെ ചെയ്തു. അഹ്റോൻ തൻ്റെ കൈ നീട്ടി വടികൊണ്ട് നിലത്തെ പൂഴിയിലടിച്ചു. അത് മനുഷ്യരിലും മൃഗങ്ങളിലും പേനായി മാറി. ഈജിപ്ത് നാട്ടിലെങ്ങും നിലത്തെ പൂഴി മുഴുവൻ പേനായി മാറി. ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ പേൻ പുറപ്പെടുവിക്കുന്നതിന് അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. മനുഷ്യനിലും മൃഗത്തിലും പേനുണ്ടായിരുന്നു. അപ്പോൾ ആഭിചാരകർ ഫറവോയോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വിരലാണ്. എന്നാൽ കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവനവരെ ശ്രവിച്ചില്ല. 4-ാം ബാധ, ഈച്ചകൾ വർദ്ധിക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ നിലയുറപ്പിക്കണം. ഇതാ അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു. നീ അവനോട് പറയണം, കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ നീ വിട്ടയക്കാത്ത പക്ഷം ഇതാ ഞാൻ നിൻ്റെയും നിൻ്റെ സേവകരുടെയും ജനത്തിൻ്റെയും ഭവനങ്ങളുടെയും മേൽ ഈച്ചക്കൂട്ടത്തെ അയക്കും.
ഈജിപ്തുകാരുടെ ഭവനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന മണ്ണുപോലും ഈച്ച കൊണ്ട് നിറയും. എന്നാൽ എൻ്റെ ജനം സന്നിഹിതരായിരിക്കുന്ന ഗോഷൻ നാടിനെ അവിടെ ഈച്ച ഉണ്ടാകാത്ത വിധം ആ ദിവസം ഞാൻ ഒഴിവാക്കി നിർത്തും. ഭൂമധ്യേ ഞാനാണ് കർത്താവ് എന്ന് അതുമൂലം നീ അറിയും. എൻ്റെ ജനത്തിനും നിൻ്റെ ജനത്തിനുമിടയിൽ ഒരു വേർതിരിവ് ഞാൻ വയ്ക്കും. നാളെ തന്നെ ഈ അടയാളമുണ്ടാകും. കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു. ഫറവയുടെ വീട്ടിലും അവൻ്റെ സേവകരുടെ വീട്ടിലും ഈജിപ്ത് നാടെങ്ങും കനത്ത ഈച്ചക്കൂട്ടം വന്നു ചേർന്നു. ഈച്ചക്കൂട്ടത്താൽ നാട് വലഞ്ഞു. അപ്പോൾ മോശയെയും അഹ്റോനെയും വിളിച്ച് ഫറവോ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന് നാട്ടിൽ തന്നെ ബലിയർപ്പിക്കുക. മോശ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. നോക്കൂ, ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കൾ അവരുടെ മുമ്പിൽ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ? അതിനാൽ ഞങ്ങൾ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് അവിടത്തേക്ക് ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. നിങ്ങൾ വളരെ അകലേക്ക് പോകരുതെന്ന് മാത്രം. എനിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുവിൻ. മോശ പറഞ്ഞു, ഇതാ ഞാൻ നിൻ്റെ അടുത്തു നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ കർത്താവിനോട് അപേക്ഷിക്കും. നാളെ ഫറവോയിൽ നിന്നും അവൻ്റെ സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നു പോയിരിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ വിട്ടയക്കാതെ ഫറവോ വഞ്ചിക്കുന്നത് ആവർത്തിക്കാതിരുന്നാൽ മതി. മോശ ഫറവയുടെ അടുക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനക്കൂട്ടത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നുമാറി. ഒരെണ്ണവും അവശേഷിച്ചില്ല. എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം. ഹോമയാഗത്തിൻ്റെ അനുഷ്ഠാന വിധികൾ. കർത്താവ് മോശയോട് പറഞ്ഞു, അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും നീ ഇപ്രകാരം കൽപ്പിക്കുക. ഹോമയാഗത്തിനുള്ള നിയമം ഇതാകുന്നു. ബലിപീഠത്തിന്മേലുള്ള അഗ്നികുണ്ഡത്തിൽ ഹോമവസ്തു രാത്രി മുഴുവൻ പ്രഭാതം വരെ ഉണ്ടായിരിക്കണം. ബലിപീഠത്തിൻ്റെ അഗ്നി അതിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം. പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രം ധരിക്കണം. അവൻ തൻ്റെ ശരീരത്തിൽ ചണത്തിൻ്റെ കൽസരായികൾ ധരിക്കണം. ബലിപീഠത്തിലെ ഹോമവസ്തു അഗ്നിയിൽ ദഹിച്ചുണ്ടായ ചാരം കോരിയെടുത്ത് അവൻ ബലിപീഠത്തിനരികിലിടണം. അതിനുശേഷം അവൻ തൻ്റെ വസ്ത്രങ്ങൾ മാറി വേറെ വസ്ത്രങ്ങൾ ധരിക്കണം. പാളയത്തിന് വെളിയിൽ ശുദ്ധിയുള്ള സ്ഥലത്തേക്ക് അവൻ നെയ്ച്ചാരം നീക്കം ചെയ്യണം. ബലിപീഠത്തിന്മേൽ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കണം. അത് അണഞ്ഞു പോകരുത്. പ്രഭാതം തോറും പുരോഹിതൻ അതിന്മേൽ വിറക് കത്തിക്കണം. അവൻ അതിന്മേൽ ഹോമയാഗവസ്തു സജ്ജീകരിക്കുകയും സമാധാന ബലി മൃഗങ്ങളുടെ മേധസ്സുകൾ അതിന്മേൽ ധൂമിക്കുകയും വേണം. ബലിപീഠത്തിൽ അഗ്നി നിരന്തരം എരിയണം. അത് അണയാൻ പാടില്ല. ധാന്യയാഗത്തിനുള്ള നിയമം. ധാന്യയാഗത്തിനുള്ള നിയമം ഇതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠമുഖത്ത് അഹ്റോൻ്റെ പുത്രന്മാർ അത് അർപ്പിക്കണം. ധാന്യയാഗത്തിന് ഉള്ള നേരിയ മാവിൽ നിന്നും അതിൻ്റെ എണ്ണയിൽ നിന്നും ധാന്യയാഗത്തിന്മേലുള്ള കുന്തിരിക്കം മുഴുവനോടും കൂടെ അവൻ അതിൽ നിന്ന് തൻ്റെ കൈപ്പിടിയിൽ വാരിയെടുത്ത് കർത്താവിന് അതിൻ്റെ സ്മരണാംശമായി പ്രസാദകരമായ സൗരഭ്യമായി ബലിപീഠത്തിന്മേൽ ധൂമിക്കണം. അതിൽ നിന്ന് ശേഷിക്കുന്നത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഭക്ഷിക്കാം. വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്തതായി അത് ഭക്ഷിക്കപ്പെടണം. സമാഗമ കൂടാരാങ്കണത്തിൽ വെച്ചാണ് അവർ അത് ഭക്ഷിക്കേണ്ടത്. അത് പുളിപ്പുള്ളതായി ചുടരുത്. അത് അവരുടെ ഓഹരിയായി എനിക്കുള്ള അഗ്നിസമർപ്പണങ്ങളിൽ നിന്ന് ഞാൻ കൊടുത്തതാണ്. അത് പാപമുക്തിയാഗം പോലെയും പ്രായശ്ചിത്തയാഗം പോലെയും അതിവിശുദ്ധ വസ്തുവാണ്. അഹ്റോൻ്റെ മക്കളിൽ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ തലമുറയ്ക്കുള്ള ശാശ്വത ചട്ടമാണിത്. അവയെ സ്പർശിക്കുന്ന ഓരോ വ്യക്തിയും വിശുദ്ധിയുള്ളവനായിരിക്കണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇതാണ് അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും കാണിക്ക. അവൻ അഭിഷിക്തരാകുന്ന ദിവസം അവർ കർത്താവിന് കാഴ്ചവെക്കുന്നത് 10 എഫ നേരിയ മാവ് ആയിരിക്കണം. പതിവ് ധാന്യയാഗമായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും. വറചട്ടിയിൽ എണ്ണയിൽ കുഴിച്ചുണ്ടാക്കി അത് നീ കൊണ്ടുവരണം. പാകം ചെയ്ത ധാന്യയാഗ കഷ്ണങ്ങൾ
കർത്താവിന് സുരഭില പരിമളമായി സമർപ്പിക്കണം. അവൻ്റെ പുത്രന്മാരിൽ നിന്ന് മഹാപുരോഹിതൻ്റെ സ്ഥാനത്ത് അഭിഷിക്തനായ പുരോഹിതൻ അത് കർത്താവിൻ്റെ ശാശ്വത ചട്ടമായി നിർവഹിക്കണം. അത് സമ്പൂർണമായി ധൂമിക്കപ്പെടണം. പുരോഹിതൻ്റെ ഓരോ ധാന്യയാഗവും സമ്പൂർണമായിരിക്കണം. അത് ഭക്ഷിക്കപ്പെടരുത്. പരിഹാരയാഗത്തിനുള്ള നിയമം. കർത്താവ് മോശയോട് പറഞ്ഞു, അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും നീ ഇപ്രകാരം സംസാരിക്കുക. പാപമുക്തിയാഗത്തിൻ്റെ നിയമം ഇതാണ്. കർത്തൃസന്നിധിയിൽ ഹോമയാഗമൃഗം അറക്കപ്പെട്ട സ്ഥലത്തു തന്നെയാണ് പാപമുക്തിക്കുള്ള യാഗമൃഗവും അറക്കപ്പെടേണ്ടത്. അത് അതിവിശുദ്ധ വസ്തുവാണ്. അതിന് പാപമുക്തി യാഗമായി സമർപ്പിച്ച പുരോഹിതൻ അത് ഭക്ഷിക്കണം. സമാഗമ കൂടാരാങ്കണത്തിൽ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ചാണ് അത് ഭക്ഷിക്കപ്പെടേണ്ടത്. അതിൻ്റെ മാംസത്തിൽ തൊടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധിയുള്ളവനായിരിക്കണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് വസ്ത്രത്തിന്മേൽ തെറിച്ചാൽ അതിന്മേൽ തെറിച്ചത് വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് നീ കഴുകണം. അത് പുഴുങ്ങാൻ ഉപയോഗിച്ച മൺപാത്രം ഉടയ്ക്കപ്പെടണം. പുഴുങ്ങിയത് പിച്ചളപാത്രത്തിലാണെങ്കിൽ അത് തേച്ച് വെള്ളം കൊണ്ട് നന്നായി കഴുകപ്പെടണം. പുരോഹിത കുടുംബത്തിലെ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം. അത് അതിവിശുദ്ധ വസ്തുവാണ്. എന്നാൽ പാപപരിഹാരത്തിനായി വിശുദ്ധ സ്ഥലത്ത് സമാഗമ കൂടാരത്തിലേക്ക് രക്തത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാപമുക്തിക്കുള്ള യാഗമൃഗം ഭക്ഷിക്കപ്പെടരുത്. അത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. സങ്കീർത്തനങ്ങൾ 48. ദൈവത്തിൻ്റെ നഗരം. ഒരു ഗാനം. ഖുറൈശ്യരുടെ കീർത്തനം. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിലാണ് അവിടുത്തെ വിശുദ്ധഗിരി. ഉയർന്ന മനോഹരമായ അത് ഭൂമി മുഴുവൻ്റെയും ആനന്ദമാണ്. ഉത്തരോപാന്തത്തിലെ സിയോൻ മല മഹാരാജാവിൻ്റെ നഗരമാണ്. അതിൻ്റെ സൗധങ്ങളിൽ ദൈവം കോട്ടയായി അറിയപ്പെടുന്നു. അതിനാൽ ഇതാ രാജാക്കന്മാർ സമ്മേളിച്ച് ഒരുമിച്ച് മുന്നേറി. അവർ കണ്ടപാടെ ഭയവിവശരായി പരിഭ്രാന്തരായി പിന്തിരിഞ്ഞോടുകയും ചെയ്തു. അവരുടെ ഭീതി അവരെ ഗ്രസിച്ചു. പ്രസവിക്കുന്നവളുടേതുപോലെയുള്ള വേദന. കിഴക്കൻ കാറ്റിനാൽ അങ്ങ് താർഷീഷ് കപ്പലുകളെ തകർത്തു. നാം കേട്ടിരുന്നത് പോലെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ തന്നെ. ദൈവം അതിനെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. സലാം. ദൈവമേ, അങ്ങയുടെ ആലയത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ദൈവമേ, അങ്ങയുടെ നാമം പോലെ തന്നെ അങ്ങയുടെ സ്തുതിയും ഭൂമിയുടെ അതിരുകളോളമാണ്. അങ്ങയുടെ വലങ്കൈ നീതി നിറഞ്ഞതാണ്. അങ്ങയുടെ ന്യായവിധികൾ മൂലം സിയോൻ മല സന്തോഷിക്കട്ടെ. യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. സിയോന് വലം വയ്ക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ, അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ. വരും തലമുറയോട് വിവരിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളിൽ മനസ്സിരുത്തുവിൻ. അതിൻ്റെ സൗധങ്ങൾ നടന്നു കാണുവിൻ. തീർച്ചയായും അവിടുന്നാണ് ദൈവം, എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മുടെ മരണം വരെയും നയിക്കും.